ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവേട്ടനും ഗംഗേട്ടനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നതിനെ പറ്റി സംസാരിക്കണം വൈജിയോട്. അതിനെപ്പറ്റി സംസാരിക്കാൻ അവർ രണ്ടുപേരും ഇങ്ങനെ ആ ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോൾ ഇപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ലെന്നും കമല നേരെ വൈജയുടെ മുറിയിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ചെന്ന് അവർ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് പോയി സംസാരിക്കാമെന്ന് പറയാം. അവർ ഈ വാർത്ത അറിഞ്ഞങ്ങ് ആഘോഷിക്കട്ടെ, അതിനുവേണ്ടി ഇപ്പോൾ ചാടിത്തുള്ളി അങ്ങോട്ട് പോയിരിക്കുന്നത് തന്നെയെന്നും ശിവേട്ടൻ പറയാം. ശരി, അത് ഞാൻ ഓർത്തില്ല എന്ന് ഗംഗേട്ടൻ പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് വൈജയന്തി ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഗംഗേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. കമല കടപ്പാട്ടൂരോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും അലീന അവിടുന്ന് പോയെന്ന് കൃഷ്ണ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അവൾ അങ്ങനെയൊന്നും പോകുന്നവളല്ല ഗംഗേട്ട എന്ന് വൈജ പറഞ്ഞപ്പോൾ പോയല്ലോ, എല്ലാം പാക്ക് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവൾ പോയിരിക്കുന്നത്, കൃഷ്ണമോളാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ. പഠിച്ച കളിയല്ലേ അവള്. ഇതിനു മുൻപും എത്ര പ്രാവശ്യം പോയതാ അവള്, അപ്പോഴെല്ലാം അവൾ തിരിച്ചു വന്നില്ലേ എന്ന് ചോദിച്ചു. അവൾക്ക് അങ്ങനെ കടപ്പാട്ടൂർ വിട്ടു പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ സുഖം പിടിച്ച് ശീലിച്ചു പോയി. എന്നാ സുഖം അടി അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു ശിവൻ. അവിടുന്ന് ജോലി ചെയ്ത് ആ പിള്ളേരെ നോക്കുന്നതാണോ ചോദിച്ചപ്പോൾ പിള്ളേര് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ, മലവും എടുക്കണം, എണ്ണ തേപ്പിക്കണം, കുളിപ്പിക്കണം, വാരിക്കൊടുക്കണം. എടി അവൾ ആ വീട്ടിൽ നിന്ന് പോയെന്ന്, എവിടെ പോയാലും അവൾ തിരിച്ചു വരും ശിവേട്ടാന്ന് വൈജ. ഇവിടെ വന്ന് നിന്നോട് യാത്ര പറഞ്ഞില്ലേ, അമ്മയോടും ഞങ്ങളോടും പറഞ്ഞിട്ടാ പോയതെന്ന് ശിവേട്ടൻ പറയുമ്പോൾ ബാലേന്ദ്രൻ കൂടെ പോയില്ലേ? ബാലേന്ദ്രൻ അവളെ കൊണ്ടുവിടാൻ പോയതല്ലേ എന്ന് ഗംഗേട്ടൻ ചോദിച്ചു. വളരെ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ, പിരിഞ്ഞു പോകുന്ന വീട്ടു ജോലിക്കാരിയെ കാറിൽ കയറ്റി ഇനി അവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അല്ലേ? ബാലേന്ദ്രന്റെ കൂട്ടില്ലാതെ അവളെ എങ്ങോട്ടും പോകില്ല എന്ന് വൈജ. നിന്നോട് എന്താടി ഞാൻ പറയേണ്ടത്? നീ കണ്ണു അടച്ച് ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടും, എന്നിട്ടത് സത്യമാണെന്ന് അങ്ങ് വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ തിരിച്ചു വരുമോയെന്ന് നോക്കാം, എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞാൽ മതി എന്ന് വൈജ പറയുന്നു. അയാൾ ആ മക്കളെയും വീടും ബിസിനസ്സും ഒക്കെ വിട്ടിട്ട് അലീനയും കൊണ്ട് കടന്നു കളയുന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗംഗേട്ടാ, ഞാനിപ്പോൾ ബാലേന്ദ്രനെയും അവളെയും വിശ്വസിച്ചു. ഈ വീട്ടിൽ നിന്ന് കടപ്പാട്ടൂര് പോയി താമസിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അവർ രണ്ടുപേരും ഏതെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ 3-4 ദിവസം താമസിച്ച് തിരിച്ചു വന്നാലോ എന്ന് ചോദിക്കുക. അപ്പം ഞാൻ ആരായി? നീ ആദ്യം നിന്റെ മക്കളെ വിളിച്ചൊന്ന് ചോദിക്കുക, അലീന പോയതാണോ അല്ലയോ എന്ന്, അവർക്കറിയാവല്ലോ എന്ന് പറയുമ്പം ഇത്രയും കാത്തില്ല ശിവേട്ടാ, 2 ദിവസത്തോടെ നോക്കാമെന്ന് പറഞ്ഞു വൈജ. എടി ബാലചന്ദ്രൻ ഇല്ലാത്തപ്പോൾ അവിടെ ചെന്ന് കയറണം, അതാണ് ബുദ്ധി, ആരും നിന്നെ എതിർക്കാനില്ല എന്ന് ശിവേട്ടൻ പറഞ്ഞപ്പോൾ അത് ശരിയാ. ബാലചന്ദ്രൻ ഉള്ളപ്പോൾ നീ അങ്ങോട്ട് ചെന്നാലേ അയാൾ വീട്ടിൽ കയറുന്നത് വിലക്കിയാലോ എന്ന് ചോദിച്ചു. ഇപ്പോഴാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറയാം. അപ്പോൾ ദേ വൈജ ഭയങ്കര ദേഷ്യത്തിലാട്ടോ. ഇവർ പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നതേ ഇല്ല. താൻ പിടിച്ച മുയലിന് ഇപ്പോഴും 3 കൊമ്പ്. അങ്ങനെ തന്നെയാണ് വൈജയന്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇന്നിങ്ങനെ ആലോചിക്കുക, അത് ശരിയാണല്ലോ, അങ്ങനെ ഒരു ഇതിലിങ്ങനെ പുള്ളിക്കാരി ആലോചനയായിട്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ കൃഷ്ണമോളെയാണേ. കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ബബിത ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ബബിതയുടെ സങ്കടവും ഇതെല്ലാം കണ്ടുകൊണ്ട് കൃഷ്ണ അങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം സഹിക്കാൻ മേലാതെ ബബിത ഇരിക്കുകയാണെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും ബബിത ഇങ്ങനെ നോക്കുന്നു, ശബ്ദം കേട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ അവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വൈജയെ കാണിക്കുന്നത്. വൈജ റൂമിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ആലോചിക്കുന്നത്. ഇനി ഫോൺ എടുത്ത് ബബിതയുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ബബിതയുടെ ഫോണിൽ അമ്മയുടെ കോള് കണ്ടു. ബബിത അത് എടുത്തില്ല, കട്ട് ചെയ്തു. അപ്പോഴേക്കും വൈജയ്ക്ക് അത് കൊണ്ടു. മോള് ഫോൺ കട്ട് ചെയ്തല്ലോ, എടുത്തില്ലല്ലോ, പിന്നെയും വിളിക്കുക, പിന്നെയും കോള് ചെല്ലുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ദേഷ്യപ്പെട്ട് ഫോൺ എടുത്തു. ഹലോ അമ്മേ, എന്നാടി നിനക്ക് വിളിച്ച ഫോൺ എടുക്കാൻ വയ്യടി, നിന്റെ കൈ ഒടിഞ്ഞു കിടക്കുവാണോ എന്നാണ് വൈജ ചോദിച്ചത്. അമ്മ എന്തിനാ വിളിച്ചതെന്ന് പറയാൻ പറഞ്ഞു ബബിത. എന്താടി നിനക്കൊരു സുഖിക്കായ്മ, നിന്നോട് ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയടി. ഞാൻ വിളിക്കുമ്പോൾ എന്താ നിനക്ക് എടുക്കാൻ എത്ര മടി എന്ന് വൈജ ചോദിക്കുമ്പം എനിക്ക് ഫോൺ എടുക്കാൻ മൂടില്ലായിരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ നിനക്കത്ര മൂടില്ലായ്മ? നിന്റെ ആരെങ്കിലും ചത്തോടി, അതോ നിനക്ക് നിന്റെ അമ്മയുടെ ഫോൺ എടുക്കാനുള്ള സൗകര്യം ഇല്ലേ എന്ന് വൈജ ചോദിക്കുക കേട്ടോ. എൻ്റെ പൊന്നേന്നും പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബബിത. നിന്റെ നാവിറങ്ങിപ്പോയോടി? നിനക്കിന്ന് മൗനവ്രതമായിരിക്കും അല്ലേ എന്നും ചോദിച്ചു ഇങ്ങനെ പറയണു. നിന്റെ ചേച്ചി നാട് വിട്ടല്ലോ, അതിൻ്റെ വിഷമത്തിലായിരിക്കും അല്ലയോ? അത് കേട്ടപ്പോൾ ആണെങ്കിൽ അമ്മയ്ക്കിപ്പോൾ എന്താ, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആരെയും ശല്യം ചെയ്യാതെ എൻ്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് ബബിത പറയണു. എൻ്റെ കണ്ണുനീര് കുറച്ചൊന്നും അല്ല ആ എരണം കെട്ട അവൾ ഒറ്റ ഒരുത്തി കാരണം വീണത്. അത് കേട്ടപ്പോൾ ഇത് പറയാനാണോ അമ്മ ഇപ്പം എന്നെ വിളിച്ചത് ആണോ? അമ്മയോട് ഈ ദുഷിപ്പ് കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തതെന്ന് ബബിത അന്നേരം പറഞ്ഞു.
ഞാൻ പറയുന്നത് ദൂഷിപ്പ്, ബാക്കിയുള്ളവർ ചെയ്യുന്നതും പറയുന്നതും എല്ലാം നല്ലത്. അല്ലേലും എൻ്റെ മക്കൾക്കും ഭർത്താവിനും ഞാനാണല്ലോ ദുഷിപ്പ്. എൻ്റെ കുടുംബം തട്ടിയെടുക്കാൻ നോക്കുന്നവള് നിങ്ങൾക്ക് നന്മയുടെ നിറകുടം അല്ലടി. ഇപ്പം അമ്മയുടെ പ്രശ്നം എന്താ? പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിൽ ഞാൻ വെച്ചോട്ടെ എന്ന് ബബിത ചോദിച്ചു. എനിക്ക് പറയാനുണ്ടടി. അവള് അലീന കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയാലേ ഞാൻ തിരിച്ച് കടപ്പാട്ടൂർ കൊള്ളുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അമ്മയുടെ ആവശ്യം പോലെ തന്നെ ആ പാവം ഇവിടുന്ന് പോരേന്ന് ചോദിച്ചു. ആയിച്ചോടാ, ഒരു പാവം, അവളുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാ അവൾക്ക് പോവേണ്ടി വന്നതെന്നൊക്കെ വൈജ പറയാട്ടോ. എന്നെ കൊണ്ടധികം പറയിപ്പിക്കല്ലേ നീ എന്നൊക്കെ പറയുമ്പോൾ, എന്നായാലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് അലീന ചേച്ചി വരത്തില്ല. അതാണല്ലോ അമ്മയുടെ ആവശ്യം. അവളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ലാന്ന് വൈജ. അവളുടെ സകലവിധ സാധനങ്ങളും തൂത്തു പിറക്കിയാണോ അടി അവള് പോയത്? അതെ. ഇനി അമ്മയ്ക്ക് വിശ്വാസം വരണമെങ്കിലേ ഇവിടെ വന്ന് നോക്കാൻ പറഞ്ഞു ബബിത. ഇവിടുന്നേ അലീന ചേച്ചി ഇറങ്ങാൻ നോക്കിയിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ഇറങ്ങുമടി. ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുമ്പോ അവിടെ എന്തെങ്കിലും സാധനം കണ്ട തൂത്തുകൂട്ടിട്ട് കത്തിക്കും ഞാനെന്ന് വൈജ. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആട്ടെ, അവൾ എങ്ങോട്ടാ പോകുന്നതെന്നും എല്ലാം പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ, കൊളത്തൂർ പുഴ മറ്റുമാണെന്നാ തോന്നുന്നത്. അല്ല, അമ്മ എന്തിനാ അതൊക്കെ അറിയുന്നേ? അമ്മയുടെ ശത്രു പോയില്ലേ, അത് മാത്രം അറിഞ്ഞാൽ പോരേന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ഞാൻ ചുമ്മാ ചോദിച്ച അന്നേ എവിടെങ്കിലും പോട്ടെ നാശം പിടിച്ചവളെന്ന്. അവിടെ പോയി കിടന്ന് അനുഭവിക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ എന്ത് സുഖമായിട്ടാ കിടന്ന് നെകളിച്ചതെന്ന്. അതമ്മ പറഞ്ഞത് സത്യമാണ് കേട്ടോ. എന്തൊരു സുഖമായിരുന്നു അലീന ചേച്ചിക്ക് ഇവിടെ. എന്താടി അതിലൊരു പുച്ഛം നിനക്ക്? അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സമാധാനമായിട്ടിരിക്കാൻ ഒരു ദിവസമെങ്കിലും പറ്റിയിട്ടുണ്ടോ പാവത്തിന്? അമ്മ ഇവിടുന്ന് പോയിട്ടും ഒരവസരമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിന്? എന്നിട്ട് ചുമ്മാ അങ്ങ് പറഞ്ഞാ മതി. എന്തായാലും ഇപ്പൊ പോയിടത്തുനിന്നല്ല, നരകത്തിൽ കൊണ്ടിട്ടാലും നമ്മുടെ കൂടെ നിൽക്കുന്നതിനേക്കാളും സുഖവും സമാധാനവും ആ അലീന ചേച്ചിക്ക് കിട്ടും. അതെനിക്ക് ഉറപ്പാണെന്ന് ബബിത. അവള് പോയതിന് നീ എൻ്റെ അടുത്ത് കിടന്ന് ചാടണ്ട ബബി. നീയൊക്കെ എന്ന് മുതലായി എന്നോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയതെന്നൊന്ന് ഓർത്തു നോക്കുമ്പോൾ അറിയാം എൻ്റെ മക്കളെ അവൾ നല്ലതാണോ ചീത്തയാണോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അലീന ചേച്ചി പറഞ്ഞു തന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത് അമ്മയ്ക്ക് സുഖിക്കുന്നില്ലല്ലേ? തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനാ അലീന ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് ബബിത വൈജയോട് പറഞ്ഞു. അല്ലാതെ തെറ്റ് കാണുമ്പോൾ മുഖം തിരിക്കാനും മിണ്ടാതിരിക്കാനും വേണ്ടിയിട്ടല്ല എന്നും പറഞ്ഞു. അമ്മയുടെ പ്രവൃത്തി മാത്രം തെറ്റ് കാണുന്ന മക്കള് കൊള്ളാം, നന്നായിട്ടുണ്ടടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടേത് നേരത്തെ തന്നെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അമ്മ ഇന്ന് വരുന്നുണ്ടെങ്കിൽ അമ്മയുടെ റൂം ഞാൻ ക്ലീൻ ആക്കി തരാം. ഇനി വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ വെച്ചോട്ടെ? നീ വെച്ചോ, എന്തായാലും വെച്ചോ, ബാക്കി ഞാൻ നേരിട്ട് വന്നിട്ട് പറഞ്ഞു തരാം. തൽക്കാലം നീ വെച്ചോളാൻ വൈജ പറയുന്നു. ശരി അമ്മേ, താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ബബിത ഫോൺ കട്ട് ചെയ്ത് ഫോൺ അങ്ങ് ഒരൊറ്റ ഏറ്, കാരണം അത്രയ്ക്ക് വൈജയോട് കലിയാണ്. അത് കഴിഞ്ഞപ്പോൾ വൈജ ഇങ്ങനെ അവിടെ ഇറങ്ങാൻ പാകത്തിന് ഇങ്ങനെ നിൽക്കുകയാണ്. ബബിതയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ തല പുകഞ്ഞിങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും പെട്ടിയും കിടക്കിയൊക്കെ അവിടെ റെഡിയാക്കി കഴിഞ്ഞു വൈജ. അപ്പോഴത്തേക്കും നമ്മുടെ കമല അങ്ങോട്ടേക്ക് വരുന്നു. വന്ന് ലോക്ക് ചെയ്തു. അപ്പോൾ അതേ തുറന്നോളാൻ പറഞ്ഞു. കമല അകത്തേക്ക് കയറി വരുന്നു. കമല എടുത്തിയായിരുന്നു. ഡോറിൽ തട്ടി എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? അല്ല വൈജേ, നീ ഇതെങ്ങോട്ട് ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത്? അപ്പൊ കമലയിടത്തി അതന്നെ അങ്ങനെ ഒരു ചോദ്യമൊന്നും വൈജ. ഗംഗേണ്ണും ശിവേണ്ണും പറഞ്ഞു ഇന്ന് തന്നെ കടപ്പാട്ടൂർക്ക് പോകുന്നതാണ് നല്ലതെന്നും. പിന്നെ കമലയിടത്തിയല്ലേ പറഞ്ഞത് എനിക്ക് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചെടുക്കാൻ പറ്റിയ അവസരമാണിതെന്ന്. അപ്പത്തേക്കും കമല, എന്നാലും ഇന്ന് തന്നെ ഇത്രയും തിരക്കിട്ട് പോണ്ടായിരുന്നു വൈജ എന്ന് കമല. ഇത്രയും ദിവസം നീ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ, നാളെ പതിയെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്ന് കമലയിടത്തി, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണമെന്ന് കമലയിടത്തിയുടെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വൈജ. ഞാനിവിടെ വന്നത് പോലും കമലയിടത്തിക്ക് ഇഷ്ടപ്പെടാതെ എത്ര ദിവസം കമലയിടത്തിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് റൂമിൽ തന്നെ കയറി കിടന്നു. എന്നിട്ട് ഞാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ അഭിനയിക്കണോ എന്ന് വൈജ. എൻ്റെ പൊന്ന് വൈജേ, ഉള്ള സത്യം പറയാമല്ലോ, നീ വന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതെന്തുകൊണ്ടാ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കമല പറയുന്നു. നിന്റെ കയ്യിലിരിക്കേണ്ട നെടുമ്പുരയ്ക്കൽ വീട് മറ്റൊരുത്തേക്ക് വിട്ടുകൊടുത്തിട്ട് നീ പിണങ്ങി ഇറങ്ങി ഇവിടെ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമല. നീ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങേണ്ടത്, അവളല്ലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങേണ്ടത്. ഇതൊക്കെ ആയിട്ട് വൈജ ചിരിക്കുക. ഇപ്പം എന്നിട്ട് നിനക്കെങ്ങനെയാ അത് ഉള്ളിൽ കയറിയത്? എനിക്ക് നീ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്ന്. അതിൻ്റെ പുറകിലെ കാരണം എന്നതായിരുന്നു എന്ന് നിനക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുമായിരുന്നല്ലോ വൈജേ.
ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നതുകൊണ്ട് കമലടുത്തേക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ വൈജേ. ആ അവസാനം നീ അവളെ അവിടെ നിന്ന് തുരത്തിയല്ലോ. അതിന് നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കമല. നീ ഒട്ടും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്നത് കൊണ്ടാ അവളെ നിനക്ക് തുരത്താൻ പറ്റിയത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ കെട്ടിയോൻ പറയുന്നതും കേട്ട് മിണ്ടാതെ സഹിച്ചങ്ങനെ അങ്ങ് ഇരുന്നേനെ ഈ പോക്കൃത്തരമൊക്കെ. അങ്ങനെ സഹിച്ചു നിൽക്കണമെങ്കിലേ വൈജയന്തി അല്ലാതിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ പറയുന്നു. വിട്ടു കൊടുക്കരുത് വൈജയ്, നമ്മൾ ഇവിടെ വിട്ടുകൊടുക്കരുതെന്ന് കമല. നമ്മൾ വിട്ടുകൊടുക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് എല്ലാവർക്കും നമ്മുടെ തലയിൽ കയറിയിരുന്നെങ്കിൽ നിരങ്ങാൻ തോന്നുന്നതെന്ന് കമല. അത് അച്ഛനായാലും ആങ്ങളെയായാലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് പറയണു. നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അത് നീ എപ്പോഴും ഓർത്തിരുന്നോളണം. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് കമല അതെപ്പോഴും നീ ഓർത്ത് വെച്ചോളാനും പറഞ്ഞു. അത് കേട്ടപ്പം എനിക്കതൊക്കെ അറിയാൻ കമലയെടുത്തി ആരൊക്കെ എൻ്റെ കൂടെ കാണുമെന്ന്. ആ നശിച്ചവള് വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ ഞാനതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എനിക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്നും ചെയ്തില്ല എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് വൈജ. അവളുടെ കാര്യം പറഞ്ഞപ്പോഴാ എത്ര തവണ ഇറക്കി വിട്ടിട്ടും ഒരു നാണവും ഇല്ലാതെ വലിഞ്ഞു കയറി വന്നുകൊണ്ടിരുന്നവളല്ലേന്ന് ചോദിച്ചു. നാണമെന്ന് പറഞ്ഞ സാധനമേ അവളുടെ 7 അയലത്തോടെ പോയിട്ടില്ല. ഇനി അവൾ ആ വീടിൻ്റെ പരിസരത്തെങ്ങാനും വന്നാൽ കയറാൻ സമ്മതിച്ചേക്കരുതെന്ന് കമല പറയുവാണ്. ഇതുപോലൊരു ഇത്തിൽ കണ്ണി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് നീ ഓർമ്മയിൽ വെച്ചേക്കണം. അപ്പം അതൊക്കെ എനിക്കറിയാം കമലടത്തി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾ പിടി തരാതെ അവിടെ പിടിച്ച് നിന്നില്ലേ. അവളുടെ നിഴൽവെട്ടം എൻ്റെ വീടിൻ്റെ എങ്ങും വീഴത്തില്ല. വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞായി പിന്നെ വൈജ. അതൊക്കെ പറയാൻ നേരത്ത് പറയാൻ എൻ്റെ വൈജേ. അല്ലാതെ ബാലചന്ദ്രനും നിന്റെ പിള്ളേരും അത്ര സന്തോഷത്തോടെ അല്ല അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് അവൾ കയറി വന്ന 2 കൈയും നീട്ടി സ്വീകരിക്കും നിന്റെ കെട്ടിയോനും മക്കളും. അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വൈജയ്ക്കതും അറിയാമെന്ന് പറഞ്ഞു. അതിനെ വൈജയന്തി മരിക്കണം കമലടത്തി. ഇനി അവൾ ആ വീട്ടിൽ കാല് കുത്തത്തില്ല. ഇത് വൈജയന്തിയുടെ വാക്കാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് വൈജ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് കുറച്ചുകൂടി തൃപ്തി. അത് കേട്ടാൽ മതി വൈജ, എനിക്ക് അത്രയും മതിയെന്നും പറഞ്ഞിട്ട് നിൽക്കാം. ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ വേറെ ആരും കെട്ടിക്കൊണ്ട് കുടുംബത്ത് കയറ്റാതിരുന്നാൽ മതിയായിരുന്നു. അത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്ന് പറഞ്ഞപ്പം അത് നീ എനിക്കിട്ടൊന്ന് ഊതിയതാണല്ലോ വൈജ എന്ന് കമല. മനുവിൻ്റെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത്? അയ്യോ, ഊതിയതൊന്നും അല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. അതും പേടിക്കേണ്ട കാര്യം തന്നെയാ. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അത് നടക്കുകയില്ല വൈജയ, നടത്തുകയില്ല. മനുവിനോടും ശിവേട്ടനോടും ഞാനത് പറഞ്ഞിട്ടും ഉണ്ട്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അത് സമ്മതിക്കുകയില്ല എന്ന് അവർക്ക് 2 പേർക്കും നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും വിശ്വാസം. ഒക്കെ പറഞ്ഞിട്ടെന്നാ കാര്യം. എന്തായാലും പോകാൻ വേണ്ടി പാക്ക് ചെയ്തല്ലേ നീ, പോക്കിന് വേണ്ടാന്ന് വെക്കണ്ട, വേഗം ബാക്കിയും കൂടെ പാക്ക് ചെയ്തോളാൻ പറഞ്ഞു കമല. അങ്ങനെ അതും പറഞ്ഞ് കമല എവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴത്തേക്കും പിന്നെ കമലയുടെ തീ അതെ എന്നാ എന്തായാലും പെട്ടെന്ന് ഇറങ്ങുകയാണല്ലോ, ഒരു ചായ ഇട്ടുവോ? ചായയോ? ഗ്യാസ് ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കമല. അല്ല, ഗ്യാസ് തീർന്നു പോയെന്നൊരു സംശയം. ശരി കമലടുത്തി, ഗ്യാസ് ഉണ്ടെങ്കിൽ മതി. ശരി എന്ന് പറഞ്ഞ് കമല അവിടെ നിന്ന് പോയി. വൈജ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അമ്മയെ കാണിക്കുന്നത്. വൈജ സാരിയൊക്കെ കൊടുത്ത് അമ്മയെ കാണാനായിട്ട് വന്നു. അമ്മ നല്ല ഉറക്കം. അന്ന് അമ്മയുടെ കാലിൽ തട്ടി വിളിച്ചു. അപ്പോൾ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചേടി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അമ്മ എന്നെ ഏത് നേരം കിടക്കുന്നത്, കാലിനൊക്കെ വല്ലാത്തൊരു മരവിപ്പാ എന്ന് അമ്മ അന്നേരം മോളോട് പറഞ്ഞു. അപ്പം മോള് വന്ന് അമ്മയോട് എടുത്തിരുന്നു. അമ്മയ്ക്കൊന്ന് ഇത്തിരി ക്ഷീണമാണല്ലോ എന്ന് വൈജ. ഓരോ ദിവസം അത് കൂടിക്കൊണ്ട് വരുമല്ലേ, ഇനിയുണ്ടോ അത് കുറയാൻ പോകുന്നു. അപ്പം എഴുന്നേറ്റ് നടക്കാറായതാ. അമ്മയുടെ മടി കാരണമല്ലേ, ഇല്ലെങ്കിൽ ഇപ്പോൾ സുഖമായിട്ട് നടക്കത്തില്ലായിരുന്നോ? അമ്മയ്ക്ക് എവിടെയെങ്കിലും ചുരുണ്ട് കിടന്നാൽ മതിയല്ലോ. എഴുന്നേറ്റ് നടന്നിട്ട് ഞാൻ എന്നാ കാണിക്കാനാടി? അമ്മയ്ക്ക് എവിടെയെങ്കിലും പോയി കിടക്കാൻ മേലായിരുന്നു, എന്നാത്തിനാ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നെന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനാണോ എന്ന് ചോദിച്ചു. ആവശ്യമില്ലാത്തടത്ത് കയറി ചെല്ലുമ്പോഴല്ലേ അങ്ങനത്തെ ചോദ്യം വരുന്നുള്ളൂ. അമ്മയ്ക്ക് ഹോളിൽ പോയിരുന്നൂടെ? മുറ്റത്ത് പതിയെ നടക്കത്തില്ലേ? മനുഷ്യരോട് വർത്തമാനം പറയാതെ ചുമ്മാ എങ്ങനെയാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? അതുകൊണ്ട് എന്നാ കാര്യം? അപ്പം ഞാനിതൊന്നും ചോദിക്കാനല്ല വന്നത്, ഞാനിവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞു കടപ്പാട്ടൂർക്ക്.
ആണോ? അതെന്നെ പറ്റി ഇത്ര പെട്ടെന്ന്? അപ്പം അലീന അവിടുന്ന് പോയി, പിന്നെ എന്നാത്തിനാ ഞാനിവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു. അവൾ എങ്ങോട്ട് പോയി? കുളത്തൂർ പുഴയോ അങ്ങനെ ഏതോ ഒരു സ്ഥല പേര് പറയുന്നത് കേട്ടു. അവൾ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, നമുക്കെന്നാ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. അപ്പം നിനക്കൊന്നുമില്ലല്ലേടി, തിരിച്ച് വരാതിരുന്നാൽ മതി ശവം എന്നും പറഞ്ഞിരിക്കുന്നു. മരത്തിൽ ഇത്തിൽക്കണ്ണി പടരുന്നത് പോലെ അല്ലായിരുന്നു എൻ്റെ കുടുംബത്തിൽ അവൾ കടിച്ചു തൂങ്ങി കിടന്നതെന്ന് പറഞ്ഞപ്പം ഇപ്പം നിനക്ക് സമാധാനം ആയോ? ആയിട്ടില്ല. അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. തിരിച്ചു വരുമെന്നൊക്കെ ആർക്കറിയാം. ഇനി അവൾ പോകുമെന്ന് പറഞ്ഞിട്ടല്ലടി പോയത്, ഇനി തിരിച്ചു വരത്തില്ല എന്ന് അമ്മ. അതോർത്ത് നീ വിഷമിക്കേണ്ട. എന്നോട് യാത്ര പറഞ്ഞിട്ട് അവൾ പോയതെന്നൊക്കെ പറഞ്ഞപ്പം അതൊക്കെ അവളുടെ 18ാമത്തെ അടവല്ലേ അമ്മേ, സകല അടവും പഠിച്ചവളല്ലേ അവള്. അപ്പം നിനക്ക് മാത്രമുള്ളല്ലോടി അവളെ സംശയം, നിന്റെ ആങ്ങളമാർക്കും ഇല്ല മക്കൾക്കും ഇല്ല. അതല്ലേ അവളുടെ ആ ഒരു വിജയം, എല്ലാവരെയും വശീകരിക്കാനുള്ള അവളുടെ കഴിവ്, അതിനവളെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ. അന്നേരം എടി, നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ലല്ലേ? അവള് പല ഉപായങ്ങളും നോക്കിയതാ, എന്നെയും കമലേടത്തെയും മാത്രം അവൾക്ക് കിട്ടിയില്ല എന്ന് വൈജ. വിഷത്തിലോട്ട് പാൽ എത്ര ഒഴിച്ചാലും അത് വിഷം തന്നെയാണെന്നും പാലായിട്ടത് മാറത്തില്ലെന്നും അമ്മ പറയാം. അമ്മ ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? വിഷം ആരാണോ അവരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. അപ്പം എനിക്കറിയാം അമ്മയും അവളുടെ സൈഡാണെന്ന്. അമ്മയ്ക്കൊരു കാര്യം അറിയണോ? എന്നതാ എത്ര വലിയ കാര്യം? അതുപോലെ അവൾ പോകുന്ന പോക്കിലേ എനിക്കിട്ടൊരു പാര വെച്ച് തന്നിട്ടാ പോയത്, എന്നതാന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരും കേൾക്കുന്നുണ്ടോയെന്ന്. 23 വർഷം മുൻപ് ആഗ്രയിൽ വെച്ച് ഞാൻ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചില്ലായിരുന്നു എന്ന്, അത് മറക്കരുതെന്ന്. അപ്പം ശരിയല്ലേ അലീന പറഞ്ഞത്? അങ്ങനെ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചവളല്ലേ നീ? ഓ, എൻ്റെ അമ്മയൊന്ന് പതുക്കെ പറയാൻ പറഞ്ഞു വൈജ. അവൾ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമല്ലേ എന്നും നീ അത് മറക്കാൻ പാടില്ലായിരുന്നു എന്നും പറയാം അമ്മ. പക്ഷെ നീ അത് മറന്നു. അവൾ എങ്ങനെ അറിഞ്ഞമ്മേ 23 വർഷത്തെ മുമ്പുള്ള ചരിത്രം? അന്ന് അവൾ ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ. ആര് പറഞ്ഞു അവളോട്? അമ്മ പറഞ്ഞു കൊടുത്തതാണെന്ന് ചോദിച്ചപ്പം ഞാനൊരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പിന്നെ അറിയാവുന്നത് എൻ്റെ ആങ്ങളമാർക്കാ. അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരു ചതി അവരെന്നോട് ചെയ്യത്തില്ല എന്ന് വൈജ. അന്നേരം എടി, ആര് പറഞ്ഞാലും അവൾക്കെല്ലാം അറിയാമെന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലോ ഇല്ലേ? ഇനി അതനുസരിച്ച് നോക്കിയും കണ്ടും നിൽക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ ബാലചന്ദ്രനോട് അവളൊന്നും പറഞ്ഞിട്ടില്ലെന്നാ തോന്നണത്. പറഞ്ഞിരുന്നെങ്കിലേ ബാലചന്ദ്രൻ അപ്പം തന്നെ ഭയങ്കര ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയാനെ. പറയാതിരുന്നെങ്കിലേ അവളുടെ നന്മയാണെന്ന് നീ അത് മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. അവൾക്ക് വേണമെങ്കിലേ നിന്നെ ചൂണ്ടുവരളെ നിർത്താമായിരുന്നു. അവൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എല്ലാം ബാലചന്ദ്രൻ്റെ അടുത്ത് ചോർത്തി കൊടുക്കുമെന്നൊക്കെ പറയായിരുന്നു ഇല്ലേ? അവളത് ചെയ്തോ? അങ്ങനെ അവൾ ചെയ്തില്ലല്ലോ. മാന്യമായി പിരിഞ്ഞു പോവുകയല്ലേ അവൾ ചെയ്തത് അല്ലേ? നീ അവളെ പൂവിട്ട് പൂജിക്കണം. പോയല്ലോ, ഇനി സാരമില്ലെന്നും പറഞ്ഞുകൊണ്ട് വൈജ. ഇനിയെങ്കിലും അഹങ്കാരം കാണിക്കാതിരുന്നാൽ നിനക്ക് തന്നെയാണ് നല്ലതെന്ന് അമ്മ മോൾക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അവർ തമ്മിൽ ഫോൺ വിളിയൊക്കെ കാണും. നീ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അവൾ ബാലചന്ദ്രൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തെന്നും വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിപ്പോൾ എനിക്കൊരു പേടിയായിട്ട് ചങ്കി കിടപ്പുണ്ടമ്മേ. ഓഹ് എൻ്റെ പൊന്നെ, അവളങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ അങ്ങ് സമാധാനമായെന്ന് പറഞ്ഞപ്പം മുണ്ടാതിരിക്കുടി ശവം, നിന്റെ നാക്ക് പുഴുത്തു പോത്തിയുള്ളടി എന്നും പറഞ്ഞപ്പം അമ്മ അതിനകത്തിന് എന്നെ പ്രാകുന്നതെന്ന് വൈജ. അവളല്ലേ എൻ്റെ നാശത്തിൻ്റെ കാരണക്കാരി, അവളല്ല. നിന്റെ നാശത്തിൻ്റെ പേര് മുഴുവനും നിന്റെ മനസ്സ് തന്നെയാണെന്ന് അമ്മ മോൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അമ്മയും മോളും കൂടെ അലീനയുടെ പേരും പറഞ്ഞ് ആ ഒരു വാക്ക് തർക്കത്തിൽ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.